ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? അപ്പം ഇന്ന് ഇതാ ഉച്ചക്ക് ചോറിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കിടന്ന് കുറച്ച് നേരം ഒന്ന് കിടന്നിട്ട് അടുക്കളയ്ക്ക് വന്നതാണ്. അപ്പോൾ പിന്നെ രാവിലേക്ക് കുറച്ച് പത്തിരി ഒന്ന് പരത്തി വെക്കട്ടെ, കുറേ ആയല്ലോ പത്തിരി ചുട്ടിട്ട് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നാളെ സ്കൂൾ ഉണ്ടായതുകൊണ്ട് രാവിലെ ആകുമ്പോൾ അതൊരു കുറച്ച് ടൈം പോണ പണി തന്നെയാണല്ലോ. അപ്പോൾ ഉച്ചൻ്റെ ടൈമിലൊന്ന് മക്കൾ സ്കൂളിട്ട് വരുമ്പോഴേക്കിനൊന്ന് പരത്തി റെഡിയാക്കി വെക്കട്ടെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാ പൊടിയൊക്കെ ഒന്ന് വാട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കന് കൊടുന്നിട്ടുണ്ടെങ്കിൽ രാവിലെ, അപ്പോൾ അതൊന്ന് കുറച്ചെടുത്താണ്ട് കറിക്കുള്ളത് മസാല തേച്ച് ഫ്രിഡ്ജിക്ക് വെക്കുകയാണ്. ചിക്കൻ അങ്ങനെ മസാല തേച്ച് വെച്ചാൽ നമുക്ക് എളുപ്പമാണ് കേട്ടോ. രാവിലെ പിന്നെ വെള്ളത്തിലിട്ട് കട്ടരിഞ്ഞ് ഐസ് വിടാനൊന്നും കാത്തിക്കണ്ട. പിന്നെ പൊടിക്ക് വാട്ടാൽ വെള്ളമൊക്കെ ഞാൻ എൻ്റെ ഒരു ഇതിൽ എടുക്കണതാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഗ്ലാസ്സിന് അളന്നിട്ടില്ല അളവൊന്നുമില്ല കേട്ടോ. പിന്നെ അതിന് കുറച്ച് വെള്ളം ഒന്ന് മുക്കി വെക്കും. പിന്നീട് വെള്ളം വേണം തോന്നുകയാണെങ്കിൽ ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് കുറച്ച് ഏറെ വെക്കുന്നത്. കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കും. എന്നിട്ട് ഒരു ചൂടിൽ തന്നെ അത് കുഴച്ചെടുക്കുകയാണ് ചെയ്യുക. ചൂട് പറ്റാറിന് മുന്നേ തന്നെ കുഴച്ചെടുക്കാൻ നോക്കണം കേട്ടോ. അപ്പം അങ്ങനെ മെഷീനുമേ ഇടയ്ക്കൊന്ന് കുറച്ച് എണ്ണയൊക്കെ ആക്കി കൊടുത്തിട്ട് ഒക്കെ ഒന്ന് പരത്തിയെടുക്കുകയാണ്. ഇപ്പം അതാ ഉച്ചക്ക് പണികളൊക്കെ കഴിഞ്ഞാണ്ട് നിന്നോണ്ട് തന്നെ വേറൊന്നും പണികളൊരു മനസ്സിലില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഈ പത്തിരിയൊക്കെ ഒന്ന് പരത്തിയെടുക്കാൻ വേറൊരു ഇഷ്ടമുണ്ട്. അപ്പോൾ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴത്തേന് ഇതൊക്കെ ഒന്ന് പരത്തിയാണ്ട് അവിടെ ഒന്ന് തുടച്ചിടാൻ വേണ്ടിയിട്ട് വേഗം എടുക്കുകയാണ് കേട്ടോ. 3 മണിയാണ് ടൈം. 4 മണിയാകുമ്പോഴാണ് മോളൊക്കെ സ്കൂളിട്ട് വരിക. രാവിലെ ആകുമ്പോൾ നമുക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് പല പണികളും ഉണ്ടാവുമല്ലോ, തിരക്കുള്ളൊരു ടൈമല്ലേ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവിടെ ടൈം കിട്ടൂലേ എന്നൊക്കെ ചിന്തയായിരിക്കും. അപ്പം ഇങ്ങനെ കൊയ്വിലുള്ള ടൈമിലൊക്കെയാണ് ഇങ്ങനെ എടുക്കാൻ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം പിന്നെ നമുക്ക് എന്താഗ്രഹം തോന്നിയാലും അപ്പം നമ്മൾ തന്നെ മടി കൂടാതെ ഉണ്ടാക്കാൻ നോക്കുക. ഇങ്ങനെ പരത്തി ഫ്രിഡ്ജിക്ക് വെച്ചാൽ നമുക്ക് രാവിലെ നല്ല എളുപ്പമാണ്. ഇങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി. അടപ്പ് നല്ല ടൈറ്റുള്ള പാത്രത്തിൽ വെച്ചാൽ മതി. രാവിലെ എടുത്ത് ചുടുമ്പോഴും നല്ല സോഫ്റ്റ് പത്തിരി തന്നെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ തന്നെ മോനിക്ക് ഇങ്ങനത്തെ കടികളൊക്കെ ആണെങ്കിൽ, ഇഷ്ടമുള്ള കടികളൊക്കെ ആണെങ്കിൽ അത് മതി ഉച്ചക്ക് എന്ന് പറയും കേട്ടോ. അപ്പം ഇനി പത്തിരി കാണുമ്പോൾ ഇനി അതേ കരം വേണ്ടിയിരുന്ന ഉറപ്പാണ്. കുറച്ചും കൂടി പൊടിയേക്ക് കൂട്ടിയെടുത്തുകൊണ്ട് തന്നെ ചുട്ടിട്ടുണ്ട്. ഇനി അഥവാ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവർ സ്കൂളിൽ വരുന്ന സമയത്ത് കഴിക്കാനൊക്കെ കൊടുക്കാമല്ലോ. അപ്പം അങ്ങനെ അതും ഉണ്ടാവും. അപ്പം അത് ആ ഒരു സമയത്ത് എടുത്ത് ചുട്ടാലും മതി. അപ്പം അതൊക്കെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി അത് ഫ്രിഡ്ജിക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിൽ അടച്ചു വെക്കുകയാണ്. അടപ്പ് നല്ല ടൈറ്റുള്ള പാത്രത്തിൽ അടച്ചു വെക്കാൻ നോക്കുക. പിന്നെ അങ്ങനെ അതൊക്കെ അധികം ആക്കിയിട്ട് ഫ്രിഡ്ജിക്ക് കൊണ്ടുപോയി വെച്ചു. പിന്നെ അവിടെയൊക്കെ കണ്ടോ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പത്തിരിയൊക്കെ ചുടാൻ നിന്നാൽ എന്തായാലും ഒരു പണി ഉണ്ടാവും. അവിടെയൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. അപ്പം അതൊക്കെ ഒന്ന് ഇനി തുടച്ച് നേരാക്കട്ടെ. ഒക്കെ തുടച്ച് നേരാക്കി നിന്നപ്പോഴത്തേനാണ് കേട്ടോ അതാ സച്ചിമോളൊക്കെ സ്കൂളിട്ട് വന്നു. പിന്നെ അവർക്ക് ചായയും കടിയൊക്കെ കൊടുത്തിട്ട് പിന്നെ കുറച്ച് തേങ്ങയും പാടൊന്ന് വറുത്തൊക്കെ വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് വറുത്ത് വെക്കുകയാണ്. ചിക്കന് മസാല വെച്ചുകൊണ്ട് അതും തേങ്ങ വറുത്തത് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ അതൊരു പാത്രത്തിലാക്കിയിട്ട് ഇനി ഫ്രിഡ്ജിക്ക് വെക്കട്ടെ. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോവല്ലേ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.